ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായുമിരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായിട്ടേണ്ടായി 1-ാം ദിവസം. ആകാശത്തിൻ കീഴുള്ള വെള്ളം ഒരിടത്തുകൂടി ഉണങ്ങിയ നിലം പ്രത്യക്ഷമായി. ഭൂമിയും സമുദ്രവും ദൈവം നാമകരണം ചെയ്തു. അത് നല്ലതു എന്നു കണ്ടു. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു. ദൈവം കൽപ്പിച്ചതുപോലെ ഭൂമിയിൽ പുല്ലും സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും മുളച്ച. ദൈവം കണ്ടു, അതു നല്ലതു. സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. ആകാശവിതാനത്തിൽ വെളിച്ചങ്ങളുണ്ടാകട്ടെ, പകലും രാവും വേർതിരിക്കാൻ, കാലങ്ങളെയും ദിവസങ്ങളെയും അറിയാൻ, ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്നു ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. പകൽ വാഴുവാൻ മഹത്തായ വെളിച്ചവും രാത്രി വാഴുവാൻ ചെറുവെളിച്ചവും അവനുണ്ടാക്കിച്ചു. നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും വേർതിരിപ്പാൻ ദൈവം അവയെ ആകാശത്തിൽ നിർത്തി. നല്ലതു എന്നു ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ആകാശത്തിൽ പറവകൾ പറക്കട്ടെ എന്നു ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ സഞ്ചരിക്കുന്ന സകല ജീവജന്തുക്കളെയും പറവജാതികളെയും സൃഷ്ടിച്ചു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറയുവിൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്നു ദൈവം അവയെ അനുഗ്രഹിച്ചു. സന്ധ്യയായി ഉഷസ്സുമായി 5-ാം ദിവസം. അതതു തരം കന്നുകാലികളും ഇഴജാതികളും കാട്ടുമൃഗങ്ങളും ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്നു ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക, അവൻ സകല സൃഷ്ടികളിന്മേൽ വാഴട്ടെ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. സന്താനപുഷ്ടിയോടെ പെരുകി ഭൂമിയെ നിറപ്പിൻ, സകല ജീവികളിന്മേൽ വാഴുവിൻ. ഭൂമിയിലെ ഫലങ്ങളും വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്കു തന്നിരിക്കുന്നു. അവ നിങ്ങൾക്കു ആഹാരമായിരിക്കട്ടെ. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും പറവകൾക്കും ജന്തുക്കൾക്കും പച്ചസസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, നല്ലതു എന്നു കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം.